ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു പാദസരം മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതായത് ഗിയർ ലോക്ക് ഇല്ലാതെ നമ്മൾ ഒരു പാദസരം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ്. ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള സൂചി ഈ ഒരു ടൈപ്പ് ഇതിലുള്ള സൂചിയാണ്. ഇങ്ങനൊരു സൂചിൻ്റെ പാക്ക് വാങ്ങിച്ചാൽ കുറേ നമുക്ക് ഉപകാരപ്പെടും. അതിന് വേണ്ടിയുള്ള നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ ജംറിങ്, ഹുക്ക്, അതിൻ്റെ ഹുക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബീഡ്, ഒരു യെല്ലോ ബീഡ്, ഒരു പിസ്ത ബീഡ്, ഇങ്ങനെ 3 ബീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സൂചി കോർത്തിട്ട് ഇങ്ങനെ കെട്ടിടുന്നുണ്ട്. 2 വശത്തും നമ്മൾ സൂചി കോർക്കുന്നുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ കോർത്താൽ. ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം ജംറിങ് ആണ് ഇടുന്നത്. ഇത് ഗിയർ ലോക്ക് ഉപയോഗിക്കാതെ LP UP കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഗിയർ ലോക്ക് ഉപയോഗിക്കാതെ തന്നെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പാദസരം ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊന്ന് സെൻറ്ററിൽ കെട്ടിട്ട് കൊടുക്കണം. ഇത് ഇടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ജംറിങ്ങിന് ഒരു ഗ്യാപ്പ് വരാറുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമ്മളുടെ ത്രെഡ് ഊരിപ്പോരാതിരിക്കാൻ എങ്ങനെ കെട്ടിടുന്നത്. പിന്നെ 2 സൂചിയിലും കോർക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. പച്ച, പിന്നൊരു മഞ്ഞ, പിന്നൊരു ഗോൾഡൻ, ഈ ഒരു രീതിയിൽ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗോൾഡൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. പച്ച, 2 പച്ച, പിന്നെ 2 മഞ്ഞ, പിന്നെ ഒരു ഗോൾഡൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുക. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ഇത് ചെറിയ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. മാക്സിമം ചെറിയ ബീഡൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് സ്കോർ കൂടുതൽ വാങ്ങാൻ പറ്റും. വലിയ ബീഡിനേക്കാളും നല്ലത് ചെറിയ ബീഡിൽ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ സമയം നഷ്ടപ്പെടും. ചെറിയ ബീഡ് അതൊരു പ്രശ്നമുണ്ട്. എന്നാലും മാക്സിമം നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് ചെയ്യുക. അവസാനം നമുക്ക് ജംറിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സൂചിയും കൂടി ഒരുമിച്ച് കയറ്റണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. നമ്മൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ നൂലിനെ വിരൽ കൊണ്ട് ടൈറ്റായി പിടിക്കണം. ഈ ടൈറ്റായി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് നല്ല ടൈറ്റിൽ കെട്ടാൻ പറ്റുള്ളൂ. ലൂസാക്കി കൊടുക്കരുത്. നമ്മളൊരു വിരൽ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം കെട്ടിക്കൊടുക്കുക. 2 കെട്ടൊക്കെ മതി. ഇതുപോലെ 2 കെട്ടിട്ട് കൊടുത്താൽ മതി. ബാലൻസ് വരുന്ന ഭാഗം ഒരു കുറച്ച് ബീഡിൻ്റെ ഉള്ളിലൂടെ തിരിച്ചങ്ങോട്ട് ബാക്കിലോട്ട് തന്നെ ഒന്ന് കോർത്തെടുക്കുക. 2 3 ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്താൽ മതി. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കോർത്തെടുക്കുക. ഒരു ബ്ലോക്കിങ്ങിലൊന്ന് കോർത്തെടുത്താൽ മതി. ഒന്ന് വലിച്ചു പിടിക്കുകയും ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. 2 ബീഡിൻ്റെ ഉള്ളിലൂടെയും കോർത്താലും കുഴപ്പമില്ല. കൂടുതൽ കോർക്കേണ്ടൊന്നും ആവശ്യമില്ല. നല്ലോണം വലിച്ചു പിടിച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലും അതുപോലെ തന്നെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ കോർക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നൂല് വന്ന ആ സൈഡിലൂടെ തന്നെ കോർക്കുന്ന രീതി ആയിരിക്കണം. അഡീഷണലായിട്ട് നൂല് പുറത്തേക്ക് കാണുന്ന രീതിയിൽ കോർക്കരുത്. അത്ര ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പാദസരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഹുക്കും കൂടി വെക്കാനുള്ളൂ. അതിന് വേണ്ടിയുള്ള ഹുക്ക് എടുത്തിട്ടുണ്ട്, കൊളുത്തെടുത്തിട്ടുണ്ട്. ആ കൊളുത്തും കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇത്രേ പണിയുള്ളൂ. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പാദസരം തന്നെ. ഇത് LP UP കുട്ടികൾക്ക് 2 പേർക്കും ഉണ്ടാക്കാം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയൊരു പാദസരം തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ വാല്യുബിളായ കമൻസ് ഇടുമ്പോൾ നമുക്ക് അത് കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ്. നിങ്ങളിത് ചെയ്തതും നിങ്ങൾക്ക് സ്കൂളിലൊക്കെ സമ്മാനം കിട്ടിയത്, പ്രൈസ് കിട്ടി എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോയുമായി അടുത്ത തവണ കാണാം. ഓക്കെ, ബൈ.